നാഷണലിസം എന്ന് പറയുന്ന ഐഡിയ ഒരുതരം അബ്സേഡിറ്റി ആയിട്ട് നമുക്ക് തോന്നുന്ന ഒരു സാധനമാണ് UK എന്ന് പറയുന്ന രാജ്യം. ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു രാജ്യത്തിന് തന്നെ ഈ ഞങ്ങൾ ഈ വെവ്വേറെ ഫെഡറേഷനായിട്ട് നിൽക്കുമെന്ന് പറയുന്നത് കേവലമായ ആ ഫുട്ബോൾ ഫെഡറേഷൻ്റെ പ്രൈഡിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, കടുത്ത നാഷണാലിറ്റിയാണ്. ഇതേ ഈ പറയുന്ന ഈ സീരീസിൽ തന്നെ ഒരു രസകരമായ സംഭവമുണ്ട്. ഇപ്പോഴത്തെ രാജാവ് ചാൾസ്, അയാൾ രാജകുമാരൻ പഠിക്കാൻ പോകുന്ന വെയിൽസാണ്. അയാൾ പ്രിൻസ് ഓഫ് വെയിൽസ് ആണല്ലോ, പഠിക്കാൻ പോവാണ്. അപ്പോൾ വെയിൽസിൽ ഭാഷ തന്നെ വേറെയാണ്. ഇയാൾക്ക് അവിടുത്തെ ഭാഷയെ മനസ്സിലാവുന്നില്ല. അയാൾ യൂണിവേഴ്സിറ്റി പോയിട്ട് കൂട്ടുകാരൊക്കെ എന്തൊക്കെയോ പറയുന്നു, ആർക്കൊന്നും മനസ്സിലായി. ഇയാളിങ്ങനെ ഒരു മണ്ടന്ന മാതിരി ഇങ്ങനെ നിൽക്കുകയാണ്. അവർ ഇദ്ദേഹത്തെ കളിയാക്കുന്നു, ഇങ്ങോട്ട് വന്നേക്കാം പഠിക്കാൻ, വേറെ പണിയൊന്നുമില്ല, നിങ്ങൾക്ക് അവിടെ പഠിച്ചാൽ പോരെ. അതായത് നിങ്ങൾ എന്തിനാ അങ്ങോട്ട് വന്നതെന്നുള്ള രീതിയാണ്. ഭയങ്കരമായിട്ട് അൺവെൽക്കമിങ് ആണ്. അവിടുത്തെ കൾച്ചറുമായിട്ട് അവർക്ക് പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല. ഒരുപക്ഷെ ചാൾസ് രാജകുമാരൻ്റെ സ്വഭാവ രൂപീകരണത്തിൽ ആ യൂണിവേഴ്സിറ്റി കാലം വളരെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്നാണ് പറയുക. കാരണം അമ്മാതിരി ഇൻട്രോവേർട്ടായി പോവുകയും തല കുനിച്ചാണല്ലോ ഇയാൾ നടക്കുക. ചാൾസ് ഭയങ്കരമായിട്ട് ഇൻട്രോവേർട്ടായി പോകും. അടുത്ത് എന്നുവെച്ചാൽ ഒട്ടും വെൽക്കമിങ് അല്ല അവിടെ. അപ്പോൾ നമ്മൾ ഓർക്കും, ഒരു യൂറോപ്യൻ രാജ്യത്ത് എങ്ങനെയാണ് ഇങ്ങനെ നാഷണലിസം, ഒരു രാജ്യമായിട്ട് നിൽക്കുക തന്നെ ഒരു പ്രത്യേക ഉപദേശീയത ഇത്ര ശക്തമായ ആ വികാരം നിൽക്കുക എന്നുള്ളത്. മറ്റൊന്ന് നോർത്തേൺ അയർലൻഡിൻ്റെ കഥ അറിയാമല്ലോ. നോർത്തേൺ അയർലൻഡ് എന്ന് വെച്ചാൽ സായുധ കലാപമായിരുന്നു. അതായത് UK-ക്കെതിരെ സായുധ കലാപം, പതിറ്റാണ്ടുകൾ നീണ്ട സായുധ കലാപം. ഇപ്പോൾ ഈ ബ്രെക്സിറ്റ് സംഭവിച്ചല്ലോ. ഈ ബ്രെക്സിറ്റ് യഥാർത്ഥത്തിൽ ഒരു മണ്ടൻ ആശയമാണെന്നുള്ളത് ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ അതിന് പിന്നിൽ ഈ പറയുന്ന റൈറ്റ് വിങ്ങേഴ്സിൻ്റെ പ്രചാരണം, റഷ്യയുടെ ഇടപെടൽ, അങ്ങനെ പലതും പറയുന്നുണ്ടെങ്കിലും അത് സംഭവിച്ചു കഴിഞ്ഞു. ഞാൻ ആലോചിക്കുന്നത് ആ രാജ്യത്തിൻ്റെ ഒരു ഭരണാധികാരികളുടെ ഒരു നിലപാടിനെ കുറിച്ചാണ്. അപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ കൺസർവേറ്റീവ് പാർട്ടി ഭരിക്കുമ്പോഴാണ് ഈ പറയുന്ന ബ്രെക്സിറ്റ് സംഭവിക്കുന്നത്. അപ്പോൾ ആ ബ്രെക്സിറ്റിന് ശേഷം എത്ര പ്രൈം മിനിസ്റ്റേഴ്സ് മാറി. അതിന് തെരേസ മേ വന്നു. ഈ തെരേസ മേ കൺസർവേറ്റീവ് പാർട്ടിയിൽ ബ്രെക്സിറ്റിനെ എതിർക്കുന്ന ആളായിരുന്നു, അത് പാടില്ല എന്ന് പറയുന്ന ആളായിരുന്നു. അവർ വന്നിട്ട് അവരാണ് അത് നടപ്പാക്കിയത്. അവർക്ക് ഇറങ്ങി പോകേണ്ടി വന്നു. അങ്ങനെ തുടർച്ചയായിട്ട് ആളുകൾ ഇങ്ങനെ മാറി മാറി വരുന്നു. ഇപ്പോൾ ബ്രെക്സിറ്റ് വേണ്ടായിരുന്നു എന്ന് തോന്നലാണ്. ഈ ബ്രെക്സിറ്റ് ദുർബലമാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ നാഷണലിസത്തിലെ അബ്സേഡിറ്റിയോ അല്ലെങ്കിൽ ആശയക്കുഴപ്പമാണ്.